ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫിനിറ്റി റിവ്യൂസിൻ്റെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോവയുടെ ഒരു പ്രൊഫഷണൽ ട്രിമ്മറാണ്. ഇതൊരു ബഡ്ജറ്റ് റേഞ്ച് ട്രിമ്മറാണ്. നമ്മൾ ട്രിമ്മർ വാങ്ങിക്കുമ്പോൾ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള ട്രിമ്മർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് നോവയുടെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് ട്രിമ്മർ. ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ ബോക്സിൽ നമുക്ക് കിട്ടുന്ന ഒരു USB കേബിൾ തരുന്നുണ്ട് അവർ. അപ്പോൾ ഈ USB കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കൺവെൻഷനലായിട്ട് ഇപ്പോൾ ഉള്ള നമ്മളെല്ലാവരും USB Type C ഒക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ Type C ഉള്ള അതിന് തന്നെ USB നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു USB കേബിൾ അവർ എൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബോട്ടിലിൽ ഓയിലും അതുപോലെ ഒരു ബ്രഷും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള വേസ്റ്റൊക്കെ മെറ്റീരിയലൊക്കെ നമുക്ക് തൂത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമുക്കൊരു ചെറിയൊരു ബ്രഷും പിന്നെ അത് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിലും തരുന്നുണ്ട്. അപ്പം അത് രണ്ടും നമുക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോർമലി എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് വായിച്ചു നോക്കാം എങ്ങനെയാണ് അതിൻ്റെ യൂസേജ് വരുന്നതെന്നുള്ള ഇൻഫർമേഷൻ എല്ലാം ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നോവയുടെ ഈ 700 റേഞ്ചിൽ വരുന്ന ഈ നോവയുടെ പർട്ടിക്കുലർ ട്രിമ്മർ. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. മോഡൽ നമ്പർ NHT-1071 ആണ് പറയുന്നത് ഇതിൻ്റെ മോഡൽ നമ്പർ. ഈ മോഡൽ നമ്പർ നോക്കിയില്ലെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ ഏകദേശം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങിയാലും മതി. പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ഇത് പർച്ചേസ് ചെയ്തേക്കുന്നതിൻ്റെ ലിങ്ക്. സോ ഇതാണ് പ്രൊഡക്റ്റ്. നല്ല കോമ്പാക്റ്റ് ആണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല, നല്ല ഹാൻഡിയാണ്. ഇനിയിപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സൈലൻ്റ് ഓപ്പറേഷനാണ്, വലിയൊരു ശബ്ദമൊന്നുമില്ല. ഞാൻ ഫിലിപ്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫിലിപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനോട് അടുപ്പിച്ച് തന്നെയുള്ള ഒരു പെർഫോമൻസ് തരുന്നുണ്ട് പ്രൊഡക്റ്റ്. പിന്നെ നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ഹൈറ്റ്, നമുക്ക് ട്രിം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ലോക്കും അൺലോക്കും ഉണ്ട്. ഇത് ലോക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യത്തില്ല. ഇതിപ്പോൾ അൺലോക്കിലേക്ക് ഇട്ടാൽ മാത്രമേ ഇത് റിമൂവ് ആയി പോകത്തുള്ളൂ. നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ റിമൂവ് ചെയ്തെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോ സെറ്റിങ്സ് ഇപ്പോൾ ഇവിടെ ലെവൽ നമ്മൾ 6 അതുപോലെ 8 അതുപോലെ 10, അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ട്രിമ്മിങ് ലെവൽസ് വ്യത്യാസം വരും. അപ്പോൾ നമുക്കതനുസരിച്ച് എത്ര ഡെപ്തിൽ വേണം നമ്മൾ ട്രിം ചെയ്യണം എന്നുള്ളതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി ആ പ്രൊഡക്റ്റ്. ഇവിടെയാണ് എൻ്റെ ചാർജിങ് പോയിൻറ്റ് വരുന്നത്. നമ്മുടെ USB ആണ് വരുന്നത്, ചെറിയ USB ആണ് വരുന്നത്. ചാർജിങ് പോയിൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ മേഡിൻ എവിടെയാണ്, എത്ര mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 വോൾട്ട് 1000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ചാർജിങ് ടൈം 8 hours കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു 6 to 8 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 45 minutes എങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു റണ്ണിങ് ടൈം കിട്ടും. 45 minutes വേണമെന്നില്ല, നമുക്കൊരു 30 minutes കിട്ടിക്കഴിഞ്ഞാലും കംഫർട്ടബിളായിട്ട് നമുക്ക് ട്രിം ചെയ്തൊക്കെ എടുക്കാമല്ലോ. സോ 45 minutes പറയുന്നൊരു കംഫർട്ടബിളായിട്ടുള്ളൊരു ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതാണ് ഓവറോൾ പ്രൊഡക്റ്റ്. നല്ലൊരു പ്രൊഡക്റ്റാണ് ലുക്ക് വൈസും അതിൻ്റെ ഡിസൈൻ വൈസും അതുപോലെ തന്നെ ഹാർഡ്വെയർ ക്വാളിറ്റിയിലും. പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ഇതും പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഫിലിപ്സിനോടൊക്കെ കമ്പയർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ, അതൊരു ബഡ്ജറ്റ് റേഞ്ചാണ്. അപ്പോൾ ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ 2000-നും 3000-നും ഒക്കെ ഉള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ട്രിമ്മിങ്ങിന് വേണ്ടി അത്ര ഒരു കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതൊരു അഫോർഡബിൾ റേഞ്ച് ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നോവയുടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് ട്രിമ്മർ. അപ്പം ഈ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ റിവ്യൂസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ ഡെഫിനറ്റായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വ്യൂയിങ് ദിസ് ചാനൽ. ഗുഡ് ബൈ.